ഒരുപാട് പേര് പറഞ്ഞ ഒരു ബീഫ് ഫ്രൈ ഉണ്ട്, അതൊന്നും ഉണ്ടാക്കി കാണിക്കാൻ പോവാണേ. 3 ഇൻഗ്രീഡിയൻസ് മതി. പക്ഷെ തേങ്ങാക്കൊത്തും കറിവേപ്പിലയൊക്കെ ഓപ്ഷൻ ആണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് നെയ്യുള്ള ബീഫാണ് നല്ലത്. എടുത്തത് ഒരു കുക്കറിലേക്ക് ഇട്ടു. ഒരു സവാള അതും കൂടെ ഇട്ടു. കുറച്ച് ഉപ്പിട്ടു. കുക്കർ അടച്ചു വെച്ച് വേവിക്കുക. അപ്പൊ നമ്മള് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. ബീഫിനകത്ത് വെള്ളം ഉള്ളത് കൊണ്ട് വെള്ളം ഒട്ടും വെക്കണ്ട. നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയേക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അരമുറി തേങ്ങയുടെ കൊത്താണ് എടുത്തേക്കുന്നത്. തേങ്ങാക്കൊത്ത് മൂത്ത് വന്നപ്പം നമ്മൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. കുറേ പേർക്ക് ഒരു സംശയം ഉണ്ടാവേ, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി ഒന്നുമില്ലാതെ എന്ത് ബീഫ് ഫ്രൈ ആണ്. ഞാൻ അവർക്കെല്ലാം കൊടുക്കുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞാൽ, ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറ കേട്ടോ. എരിവ് പാകത്തിന് ഇട്ട് കൊടുക്കണം. ഇത് വറ്റൽമുളക് ചതച്ച് വെച്ചതാണ്. ആദ്യം ഇങ്ങനെ എടുത്തിട്ട് ഈ വെള്ളം മാത്രം ഇതിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് കേട്ടോ. ഒന്നും ആയിട്ടില്ല. നല്ല പോലെ ഫ്രൈ ആയി കറക്കണം. ഇനി ഇതിൽ തന്നെ ഇരിക്കുക. നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിച്ചതിന് ശേഷം എടുക്കുമ്പോൾ ചൂടാക്കി ഉപയോഗിച്ചാൽ വീണ്ടും വീണ്ടും നല്ല പോലെ കറുത്തിങ്ങനെ വരും കേട്ടോ. നല്ല ടേസ്റ്റ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.